ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കിഡിലൻ ട്രാവലർ. നമ്മുടെ ലോസ് ആഞ്ചൽസിൽ നിന്നും ബംഗൂറിലേക്കുള്ള യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സമയം രാത്രി 11:20 ജൂലൈ 12. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്യാനായിട്ട്. എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് ഗ്രേ ഹൗണ്ട് ബസ്സിനാണ്. എല്ലാവരും അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് യാത്രക്കാർ. നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ അതിലേക്ക് വെച്ചു. നമ്മളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ്. കുറേ നേരം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഒരുപാട് രാത്രിയായി. ഈ സമയത്ത് നമുക്ക് വേണ്ടി ഇവിടെ വന്നു. എന്തായാലും താങ്ക് യു സോ മച്ച് എവരി വൺ. ഇതാണ് നമ്മുടെ ഗ്രേ ഹൗണ്ട് ബസ്. ഗ്രേ ഹൗണ്ട് ബസ് നമ്മുടെ നാട്ടിലെ സ്ലീപ്പറല്ല, ഒരുപാട് ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വോൾവോയാണ്. പക്ഷേ അകത്ത് കയറി ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നു. ഒരു സ്ലീപ്പർ ബസ്സല്ല. അകത്തേക്ക് കയറുമ്പോഴുള്ള കാഴ്ചകൾ നമുക്കിനി ഒന്ന് കാണാം. ഡ്രൈവർ സീറ്റ്, അതുപോലെ തന്നെ നമ്മുടെ യാത്രക്കാരിരിക്കുന്ന സീറ്റ്. ഇതാണ് നമ്മുടെ സീറ്റ്. സാധാ സീറ്റ് പോലെയാണ് ഇതിൻ്റെ എല്ലാ സംവിധാനങ്ങളും. ബസ്സിൻ്റെ അകത്ത് കയറി നമ്മൾ നിൽക്കുന്നത് ലോസ് ആഞ്ചൽസിൽ മെട്രോ യൂണിയൻ സ്റ്റേഷൻ്റെ മുകൾ ഭാഗത്തായിട്ട് വണ്ടികളൊക്കെ വരുന്ന ഏരിയ ഉണ്ട്. അവിടെയാണ് ഈ ഒരു ഫ്ലിക്സിൻ്റെ ഗ്രേ ഹൗണ്ടിൻ്റെ ഒക്കെ ബസ്സുകൾ വരുന്നത്. നമ്മൾ ഫ്ലിക്സിനാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നതെങ്കിലും ഗ്രേ ഹൗണ്ടിൻ്റെ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. കറക്റ്റ് 11:20 തന്നെ ബസ് ലോസ് ആഞ്ചൽസ് യൂണിയൻ സ്റ്റേഷൻ്റെ അവിടെയുള്ള സ്റ്റോപ്പിൽ നിന്ന് എടുത്തു. അങ്ങനെ നമ്മുടെ ബസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ബസ് ആദ്യം പോകുന്നത് ഫീനിക്സിലേക്കാണ്. ഫീനിക്സ് അരിസോണ സ്റ്റേറ്റിലാണ് വരുന്നത്. അവിടെയാണ് നമ്മുടെ ബസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പ് വരുന്നത്. ഇവിടുന്ന് 366 മൈലുണ്ട്, അതായത് 585 കിലോമീറ്റർ. 5.5 മണിക്കൂറാണ് ഈ ബസ്സിൻ്റെ റണ്ണിങ് ടൈം അവിടെ വരെ. ഫീനിക്സിലെത്തുമ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ ഡ്രൈവർ മാറി പുതിയ ഡ്രൈവർ കയറുമെന്ന് പുള്ളി ഓൾറെഡി പറഞ്ഞു. ബസ് ഫുള്ള് ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്കധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. തന്നെയല്ല, നാട്ടിലെ പോലെ തന്നെ രാത്രി ആയതുകൊണ്ട് ഫുള്ള് ലൈറ്റ് ഓഫ് ചെയ്ത് എല്ലാവരും ഉറങ്ങാനുള്ള ഒരു സംവിധാനം കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ലോസ് ആഞ്ചൽസ് വിട്ടിട്ട് ഏകദേശം 1/2 മണിക്കൂറായി. നമ്മൾ ഫ്രീ വേ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കാറിലൊക്കെ എപ്പോഴും പോകുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊരു ടെൻഷനോ പേടിയൊന്നും തോന്നുന്നില്ല ബസ്സിലിരിക്കുന്നതിൻ്റെ ആയിട്ടുള്ളത്. നമ്മൾ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ നമുക്ക് റോഡിൽ എപ്പോഴും ചെറിയൊരു ടെൻഷൻ ഉണ്ടാവും. പക്ഷേ ഇത് നമുക്ക് അങ്ങനെ തോന്നുന്നില്ല, കാരണം നമ്മൾ സ്ഥിരം ഫ്രീ വേയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണല്ലോ. അല്ലെങ്കിൽ ഇവിടുത്തെ റോഡുകളൊക്കെ വളരെ സേഫാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബസ്സിലിരിക്കുമ്പോഴും ആ ഒരു സേഫ്റ്റി ഫീല് നന്നായിട്ടുണ്ട്. പിന്നെ ലോങ് യാത്രയ്ക്ക് മാത്രമുള്ളൊരു സീറ്റ് അല്ല ഇതിൻ്റെ എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുള്ളത്. ഒരു 1:30 ആയപ്പോൾ നമ്മളൊരു ബസ് സ്റ്റോപ്പിലേക്ക് എത്തി. ഒരുപാട് പേരിവിടെ ഇറങ്ങുന്നുണ്ട്. ഒരു 3.5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അരിസോണ ബോർഡറിലേക്ക് എത്തി. ബ്ലൈത്ത്, കാലിഫോർണിയ. സമയം 3:15. നമ്മുടെ വണ്ടി ബ്ലൈത്ത് എന്ന് പറയുന്നൊരു സിറ്റിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ കാലിഫോർണിയയുടെ ബോർഡറാണ്. ഇനി അടുത്തത് അരിസോണ സ്റ്റേറ്റാണ്. അപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. 3:15. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമ്മൾ ചെറിയൊരു 25 മിനിറ്റ് റെസ്റ്റ് ഉണ്ട്. ഈ റെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്തത് വേറെ ഫീനിക്സിലെത്തും. ഫീനിക്സിലെത്തി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനും വേറെ ഒന്നിനുള്ള സൗകര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയിക്കോ. അടുത്തത് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം കിട്ടണമെങ്കിൽ ന്യൂ മെക്സിക്കോ എത്തണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ ഇറങ്ങി ഓരോ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് കയറിയേക്കുവാണ്. ഇതുപോലൊരു ഷോപ്പിലാണ് സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള സൗകര്യം. നമ്മുടെ കയ്യിൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലെ ബസ് യാത്രയായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ യാതൊരു വ്യത്യാസമില്ല. നമ്മുടെ ഇന്ത്യയിലെ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും ഒക്കെ നമ്മൾ ബാംഗ്ലൂർ പോകുന്ന ആ ഒരു ബസ്സിൻ്റെ അത്രയും കംഫർട്ടബിൾ, അത്രയും ഒരു ലക്ഷറി നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഇരിക്കാനും അതുപോലെ തന്നെ യാത്ര ചെയ്യാനൊക്കെ വളരെയധികം കംഫർട്ടബിളാണ്. പ്രത്യേകിച്ച് റോഡിൻ്റെ സൗകര്യം, അതുപോലെ തന്നെ ബസ്സിൻ്റെ
എന്താ പറയുന്നത് സസ്പെൻഷനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെ കംഫർട്ടബിളാണ്. പിന്നെ ഇവിടെ നമ്മൾ ഏതൊരു ട്രിപ്പിലും പോകുന്ന പോലെയുള്ള ഷോപ്പുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഇതുവരെയുള്ള യാത്രയിൽ പ്രത്യേകിച്ച് ഒരു വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. നമ്മുടെ നാട്ടിലെ ബസ് യാത്രയുടെ അതേ ഫീലാണ്. നമ്മുടെ ഗജരാജ ബസ്സിൻ്റെയൊക്കെ ആ ഒരു ക്വാളിറ്റി നമുക്കിവിടെ ഇതിൻ്റെ അകത്ത് ഫീൽ ചെയ്യുന്നില്ല. ഇവിടുത്തെ റോഡിൻ്റെ കംഫർട്ട് വളരെ അടിപൊളിയാണ്. കാരണം ഇവിടുത്തെ റോഡിൻ്റെ ഡ്രൈവിങ് വളരെ സേഫാണ്. റോഡ് നല്ല വീതിയുള്ള റോഡുകളാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഇപ്പോൾ ഈ ബ്ലൈത്ത് ഇങ്ങോട്ടേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ ഒരു 2 ലൈൻ റോഡാണ് വൺ സൈഡ് നമുക്കിപ്പോൾ ഉള്ളത്. എങ്കിലും അധികം തിരക്കൊന്നുമില്ല. നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് പോരാൻ പറ്റുന്നുണ്ട്. പിന്നെ സീറ്റ് ഇത്രയും ലോങ് ജേണി ആയിട്ട് പോലും നമുക്ക് കിടക്കാനുള്ളൊരു സൗകര്യമില്ല. അത് വളരെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. എങ്കിലും നമ്മൾ ഒരു മണിക്കൂറൊക്കെ സീറ്റിൽ അത്യാവശ്യം ഒന്ന് മടക്കിയിട്ടിട്ട് കിടന്നുറങ്ങാൻ പറ്റി. ഡ്രൈവർ ചേട്ടനാണത്. 25 മിനിറ്റാണ് നമുക്ക് സമയം തന്നേക്കുന്നത്. കൂടുതലും പേര് സിഗരറ്റ് വലി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ ഒരു ഗ്യാപ്പ് ടൈമിൽ ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെസേർട്ടിൻ്റെ പാർട്ടായിട്ടുള്ളൊരു ഏരിയയിലേക്കാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. പക്ഷേ എങ്കിലും കാലിഫോർണിയയിലുള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കുറച്ചൊക്കെ പരിചയമായിരിക്കും. എന്തായാലും നമുക്ക് ബാക്കി യാത്ര കണ്ടിന്യൂ ചെയ്യാം.